വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് കസേരയിൽ ഇരിപ്പുറപ്പിക്കും മുമ്പേ ആഗ്രഹങ്ങൾ ഓരോന്ന് കെട്ടഴിച്ചു വിടുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഏറ്റവും ഒടുവിൽ ഗ്രീൻലാൻഡ് കസ്റ്റഡിയിലാക്കണമെന്നതും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പിന്നാലെ മൂത്ത മകൻ നേരെ ആർട്ടിക് ദ്വീപിലേക്ക് പറന്നിറങ്ങിയതും ലോകം കണ്ടു. പ്രൈവറ്റ് ജെറ്റിന്റെ കോക്പിറ്റിൽ സ്ഥാപിച്ച ട്രംപിന്റെ ഒരു പാവയുടെ ദൃശ്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. തോക്കും പിടിച്ച് കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും വെച്ചുള്ള ട്രംപ് ഒറ്റ നോട്ടത്തിൽ ഗ്രീൻലാൻഡ് പിടിച്ചടക്കാനുള്ള പുറപ്പാട് പോലെ തോന്നും. ഇതും വേണം, അതും വേണം, എല്ലാം വേണം. ജനുവരി 20 വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ മുഖ്യ അജണ്ട US വിപുലീകരണമാണ്. പനാമ കനാലും കാനഡയും കടന്നാണ് നിലവിൽ ഗ്രീൻലാൻഡിൽ ചർച്ചകൾ എത്തി നിൽക്കുന്നത്. നൂറ്റാണ്ട് പഴക്കമുള്ള അമേരിക്കൻ മോഹങ്ങൾ പൊടിതട്ടിയെടുത്ത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ സാമ്പത്തിക യുദ്ധത്തിനും ദേശസുരക്ഷയ്ക്കും ഊന്നൽ നൽകുകയാണ് ട്രംപ്. അത് പാരയാകുന്നതാകട്ടെ റഷ്യയും ചൈനയുമടക്കം ചിരവൈരികൾക്ക്. ഡെൻമാർക്കിലേക്കുള്ള US അംബാസിഡറായി പേപാൽ സഹസ്ഥാപകൻ കൂടിയായ കെൻ ഹോവറിയെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടായിരുന്നു ഗ്രീൻലാൻഡിന്റെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ദേശസുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന പരാമർശം ട്രംപ് നടത്തിയത്. പിന്നാലെ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള സൈനിക നീക്ക സാധ്യതയും ട്രംപ് തള്ളിയില്ല. ഇതോടെയാണ് ഈ ചർച്ച മുറുകുന്നത്. പോരാത്തതിന് ട്രംപിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ ഗ്രീൻലാൻഡ് സന്ദർശനവും ഇതിന് എണ്ണ പകർന്നു. ഗ്രീൻലാൻഡ് ദ്വീപ് സ്വന്തമാക്കുക എന്നത് ഏതാണ്ട് 157 കൊല്ലം പഴക്കമുള്ള അമേരിക്കൻ മോഹമാണ്. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ആർട്ടിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. 1953 വരെ ഡെൻമാർക്കിന്റെ കോളനിയായിരുന്ന ഗ്രീൻലാൻഡ് 2009 സ്വയം ഭരണാധികാരമുള്ള പ്രദേശമായി മാറുന്നത്. എന്നാൽ ഗ്രീൻലാൻഡിന്റെ പ്രതിരോധം, വിദേശ നയം തുടങ്ങിയ മേഖലകൾ കൈകാര്യം ചെയ്യുന്നത് ഡെൻമാർക്കാണ്. ഭൂമിശാസ്ത്രപരവും സൈനികവുമായ ആവശ്യം ചൂണ്ടിക്കാണിച്ച് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള നീക്കം അമേരിക്ക നിരന്തരമായി നടത്തിയിരുന്നു. അതായത് ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ആശയവുമായി രംഗത്തെത്തുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് അല്ല ട്രംപ്. 1867 പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസൺ അലാസ്ക വാങ്ങിയപ്പോൾ ഗ്രീൻലാൻഡ് വാങ്ങുന്നതിനെക്കുറിച്ചും ആലോചിച്ചിരുന്നു. 1946 അന്നത്തെ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ $100 മില്യൺ ഗ്രീൻലാൻഡ് വാങ്ങാൻ താൽപ്പര്യപ്പെട്ടിരുന്നു. 2019 ട്രംപ് തന്നെ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഡെൻമാർക്കും ഗ്രീൻലാൻഡും രംഗത്തെത്തിയതോടെ അന്ന് അതിൽ നിർണായക തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. ഇത്തവണയും ട്രംപിന് ഗ്രീൻലാൻഡ് മറുപടി നൽകിയിട്ടുണ്ട്. വിൽക്കാൻ വെച്ചിരിക്കുകയല്ല എന്നാണ് പ്രതികരണം. ഗ്രീൻലാൻഡിലെ ധാതു നിക്ഷേപത്തിൽ തന്നെയാണ് USന്റെ കണ്ണ്. 80% ഭാഗവും മഞ്ഞുമൂടിക്കിടക്കുന്ന ഗ്രീൻലാൻഡ് ധാതു സമ്പുഷ്ടമാണ്. നിയോഡിമിയം, ടെർബിയം, ഡിസ്പ്രോസിയം തുടങ്ങി അപൂർവ ധാതുക്കളുടെ വൻ നിക്ഷേപമുണ്ട് ഇവിടെ. കമ്പ്യൂട്ടറുകൾ, ചിപ്പുകൾ, മൊബൈൽ ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, കാറ്റാടി യന്ത്രങ്ങൾ, സൈനിക ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉയർന്ന ഡിമാൻഡുള്ള റെയർ എർത്ത് മിനറലുകളുടെ കലവറയാണ് യഥാർത്ഥത്തിൽ ഗ്രീൻലാൻഡ്. നിലവിൽ ഈ മേഖലയിൽ വമ്പന്മാർ ചൈനയാണ്. അതുകൊണ്ട് എന്താണ് ഈ ധാതു സമ്പത്തിൽ USന്റെ കണ്ണുടക്കിയതിന് കാരണമെന്നതിന് ഉത്തരമായി. ചൈന വിരുദ്ധ തന്ത്രങ്ങൾക്ക് മുതൽക്കൂട്ടാവുക തന്നെ ലക്ഷ്യം. ഗ്രീൻലാൻഡ് മുഖേന റഷ്യക്കെതിരെയാണ് USന്റെ മറ്റൊരു കരുനീക്കം. അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമിടയിലുള്ള സുപ്രധാന ഭൂപ്രദേശമാണ് ഗ്രീൻലാൻഡ്. ഭാവിയിൽ റഷ്യയുടെ ചില നീക്കങ്ങൾക്ക് തടയിടാൻ USന് ഇതിലൂടെ സാധിക്കും. ഗ്രീൻലാൻഡ് സംബന്ധിച്ച ട്രംപിന്റെ അവകാശവാദങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. തങ്ങളുടെ ദേശീയവും തന്ത്രപരവുമായ താൽപ്പര്യമേഖലയാണ് ആർട്ടിക് സോണെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതാണ് പരമപ്രധാനമെന്നും ഇതിനായി മറ്റ് രാജ്യങ്ങളുമായി സഹകരിക്കാൻ സന്നദ്ധരാണെന്നുമാണ് റഷ്യൻ വക്താവിന്റെ വാക്കുകൾ. ഇതുമാത്രമല്ല ഗ്രീൻലാൻഡ് മുഖേന US കണക്കുകൂട്ടുന്ന നേട്ടങ്ങൾ. ഗ്രീൻലാൻഡിന്റെ വടക്കു പടിഞ്ഞാറൻ തീരത്താണ് US മിലിറ്ററിക്ക് കീഴിലുള്ള P2FIX സ്പേസ് ബേസ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയുടെ എയർബേസുകളിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ P2FIX ആണ് മിസൈൽ പ്രതിരോധവും സ്പേസ് സർവൈലൻസും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന സ്പേസ് സ്റ്റേഷനുകളിലൊന്ന്. ഇനി ഗ്രീൻലാൻഡ് വഴിയുള്ള ഗതാഗതം USൽ നിന്ന് യൂറോപ്പിലെത്താനുള്ള ദൂരം കുറയ്ക്കുമെന്നതും അമേരിക്കയ്ക്ക് ബോണസ് പോയിന്റാണ്. നിലവിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സുപ്രധാനമായ ഒരു ഷിപ്പിംഗ് റൂട്ട് തുറക്കുമെന്നതിൽ തന്നെയാണ് കണ്ണ്. മഞ്ഞുരുക്കം പ്രകൃതി വിഭവങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും സഹായിക്കും.
അതേസമയം ട്രംപിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലെന്ന് വ്യക്തമാക്കി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ രംഗത്തെത്തിയിരുന്നു. ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകൾക്ക് ചെവി കൊടുത്ത് സമയം കളയേണ്ടെന്നാണ് ബ്ലിങ്കന്റെ വാക്കുകൾ. സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കാറുണ്ട്. അല്ലാതെ അകറ്റി നിർത്തിയല്ല ബൈഡൻ ഭരണകൂടം പ്രവർത്തിച്ചത്. അവരെ അകറ്റുന്ന കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്നും ബ്ലിങ്കൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബലപ്രയോഗത്തിലൂടെ അതിർത്തികൾ മാറ്റാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും മുന്നറിയിപ്പും എത്തിയിരുന്നു. അതിർത്തികൾ ലംഘിക്കുന്നില്ലെന്ന തത്വം എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണെന്നാണ് ജർമ്മൻ ചാൻസലർ ഓൾഫ് ഷോൾസ് എക്സിൽ കുറിച്ചത്. ചെറിയ രാജ്യമാണെങ്കിലും വലിയ രാജ്യമാണെങ്കിലും അതിർത്തികൾ ബഹുമാനിക്കണമെന്നും ഷോൾസ് വ്യക്തമാക്കി. സ്വതന്ത്രമായ അതിർത്തികൾ ആക്രമിക്കാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ലെന്നാണ് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോട്ടിന്റെ പ്രതികരണം. അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പിലാക്കാൻ യൂറോപ്പ് ഒന്നിച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്ക ഇതിനു മുമ്പും പണം കൊടുത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രദേശങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്ന് $15 മില്യൺ വാങ്ങിയ ലൂസിയാന, റഷ്യയിൽ നിന്ന് $7.2 മില്യൺ വാങ്ങിയ അലാസ്ക, $25 മില്യൺ ഡെൻമാർക്കിൽ നിന്ന് വാങ്ങിയ ഡാനിഷ് വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ് എന്നിവയൊക്കെയാണ് ഇതിനുദാഹരണം.